കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ദൈവവചന പഠനത്തിനായിട്ട് ചേർന്ന് വന്നിരിക്കുകയായിരുന്നു. സമ്മർ വെക്കേഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പഠനം പ്രയോജനമുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാം. എനിക്ക് വ്യക്തിപരമായി വളരെ പ്രയോജനകരമാണ്. ഞാൻ പഠിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതൊരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വീണ്ടും തുടർന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചു വന്നുകൊണ്ടിരുന്നത് 9-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. ഇന്ന് നാം 9-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ പഠനം കേന്ദ്രീകരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള 26-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. വളരെ ദീർഘമായിരിക്കുന്നൊരു പഠനമാണ്. ഇപ്പോൾ നമ്മൾ 10-ാമത്തെ അധ്യായത്തിലേക്ക് കയറാൻ പോകുന്നതേ ഉള്ളൂ. 28 അധ്യായങ്ങളുണ്ട്. അപ്പോൾ വളരെ ദീർഘമായൊരു പഠനമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘമായതുകൊണ്ട് ആരും മടുത്തു പോകരുത്. ഉത്സാഹത്തോടെ പഠിക്കുന്നത് ദൈവവചനമാണ് എന്നുള്ളതായ ബോധ്യത്തോടുകൂടെ ഉത്സാഹത്തോടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുമല്ലോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എട്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങിയതാണ്. നമ്മൾ 8-ാം അധ്യായം പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഇതൊരൊറ്റ യൂണിറ്റ് ആയിട്ടാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരൊറ്റ യൂണിറ്റാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളെ നമുക്ക് ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമ്മൾ അതിലെ ആദ്യത്തെ ഭാഗം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9-ന്റെ 34 വരെയുള്ള ഭാഗം പഠിച്ചു കഴിഞ്ഞു. എന്താണ് അവിടെ പഠിച്ചത്? യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തിയതായിരിക്കുന്ന ഒരു സംഭവ പരമ്പരകളാണ് ഈ വേദഭാഗത്ത് നമുക്ക് പഠിക്കുവാനായിട്ടിടയായിത്തീർന്നു. നമ്മൾ അതിനകത്ത് പ്രധാനമായും കണ്ടത് 9 പ്രത്യേകമായ സൗഖ്യദായക ശുശ്രൂഷകളാണ്. ഹീലിംഗ് മിനിസ്ട്രി ഓഫ് ജീസസ്. അതാണ് 8-ന്റെ 1 മുതൽ 9-ന്റെ 34 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തു രാജാവെന്ന നിലയിൽ തന്നെ വെളിപ്പെടുത്തുകയാണ് അല്ലേ. രാജാവിൻ്റെ അധികാരത്തെ സൗഖ്യം നൽകിയതിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഡിക്ലറേഷൻ ഓഫ് ദ കിങ്സ് പ്രസൻസ്. രാജാവ് ഭൂമിയിൽ വന്നു അല്ലെങ്കിൽ മശിഹ എഴുന്നള്ളിയിരിക്കുന്നു, ഭൂമിയിലുണ്ട് എന്നുള്ളത് പ്രസംഗിക്കുകയാണ് അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. 9-ന്റെ 35 മുതൽ 11-ാം അധ്യായത്തിൻ്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയുന്നത് അതാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ആദ്യത്തെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കും. 9-ന്റെ 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ ദ കോൾ ഫോർ വർക്കേഴ്സ്, വേലക്കാരെ വിളിക്കുന്നതായ ഒരു വേദഭാഗമാണ്. 10-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ദ കമ്മീഷനിങ് ഓഫ് ദ 12 ഡിസൈപ്പിൾസ്, 12 ശിഷ്യന്മാരെ വേർതിരിക്കുന്നതായ ഒരു വേദഭാഗമാണ് 10-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. പിന്നീട് നമ്മൾ കാണുന്നത് 10-ന്റെ 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ ഈ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായ പ്രബോധനമാണ്, അല്ലെങ്കിൽ അവരോട് കർത്താവ് പ്രസംഗിക്കുകയാണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ദ മിഷൻ ഡിസ്കോഴ്സ് എന്നാണ്. മിഷൻ ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച് അവരോട് പ്രസംഗിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ഒരു പ്രസംഗം പഠിച്ചു. ഏതാ പഠിച്ചേ? ഗിരിപ്രഭാഷണം അല്ലെ. 5, 6, 7 അധ്യായങ്ങളിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണം നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് 10-ന്റെ 5 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ 12 ശിഷ്യന്മാരെ പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? അവർക്ക് കൊടുക്കുന്നതായ പ്രബോധനങ്ങളാണ് ഈ വേദഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. അവസാനം 11-ന്റെ 1 യേശു തൻ്റെ ശുശ്രൂഷ തുടരുകയാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൽ ഓരോ ഭാഗത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം എന്ന് വിചാരിക്കുകയാണ്. നമുക്കപ്പോൾ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിപ്പോൾ എവിടാ നിൽക്കുന്നത്? ശിഷ്യന്മാരെ യേശു
തന്നെ കുറിച്ച് പ്രസംഗിക്കാൻ അയക്കുന്നു. ആ വേദഭാഗത്ത് നമ്മളെത്തി. ഇപ്പോൾ രാജാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു മത്തായിയുടെ സുവിശേഷത്തിൽ, അല്ലേ? ഓർക്കുന്നുണ്ടോ? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായ ക്രിസ്തു ലോകത്തിൽ ജനിച്ചതാണ് നമ്മൾ ആദ്യം കണ്ടത്. പിന്നീട് നമ്മൾ രാജാവിനെ എന്ത് ചെയ്യുകയാണ്? രാജാവ് സ്നാനമേൽക്കുന്നത്, പരീക്ഷിക്കപ്പെടുന്നത് എല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം രാജാവിൻ്റെ ഗിരിപ്രഭാഷണം, പ്രസംഗം നമ്മൾ കേട്ടു. എന്താണ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ? അതാണ് ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ പഠിച്ചത് 8 മുതലുള്ള അധ്യായങ്ങളിൽ എന്താണ്? രാജാവിൻ്റെ ശക്തിയെ അവൻ പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുക മാത്രമല്ല, തൻ്റെ പ്രവൃത്തിയിലൂടെ താൻ രാജാവാണ്, അധികാരമുള്ളവനാണ് എന്ന് കർത്താവ് തെളിയിക്കുകയാണ്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഈ രാജാവിനെ കുറിച്ച് ദേശത്ത് മുഴുവൻ വിളംബരം ചെയ്യുകയാണ്. അതാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് പോകാം. ദ കോൾ ഫോർ വർക്കേഴ്സ്. യേശു വേലക്കാരെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വേലക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെന്റ് ആണ് നമുക്ക് അവിടെ കാണാൻ കഴിയും. നോക്കിയാട്ടെ, 9-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ചു, അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. തൻ്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഇവിടെ യേശു കർത്താവ് വേലക്കാരെ ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. ദ കോൾ ഫോർ വർക്കേഴ്സ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഇവിടെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട്. എന്താണ് ഒരു നെസസിറ്റി ഓഫ് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഒരു നെസസിറ്റി ഓഫ് ലീഡർഷിപ്പ്? നേതൃത്വത്തിന്റെ ഒരു അനിവാര്യതയെ കർത്താവ് ഇവിടെ തിരിച്ചറിയുകയാണ്. ജീസസ് ന്യൂ ദ നെസസിറ്റി ഓഫ് ലീഡർഷിപ്പ്. അതിനൊരു കാരണം അവിടെ പറയുകയാണ്. പുരുഷാരത്തെ യേശു കണ്ടപ്പോൾ എങ്ങനാ കണ്ടത്? ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടിട്ട്. ഈ പുരുഷാരം, ഈ ജനക്കൂട്ടം, അവർ ചിന്നിയവരും കുഴഞ്ഞവരുമാണ്. എന്താ അതിന്റെ അർത്ഥം? ഇവിടെ കർത്താവ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട്. അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ഈ നേതൃത്വം ഉണ്ടല്ലോ, ഇപ്പോൾ യഹൂദന്മാർക്കുള്ളതായ നേതൃത്വം, അവരാണ് ഈ ജനത്തെ ചിന്നിയവരും കുഴഞ്ഞവരുമാക്കി മാറ്റിയത്. ഈ പുരുഷാരത്തെ ചൂഷണം ചെയ്യുന്ന ഒരു നേതൃത്വമായിരുന്നു. പുരുഷാരത്തെ അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു നേതൃത്വമായിരുന്നു. അങ്ങനെയാണ് ആ പുരുഷാരം എന്തായി തീർന്നതെന്ന് അറിയാമോ? ചിന്നിയവരും കുഴഞ്ഞവരുമായി തീർന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിന് നടുവിൽ കർത്താവ് പറയുകയാണ്, നമുക്ക് ഒരു നേതൃത്വത്തിലേക്ക് വരാൻ ചില ഇടയന്മാരെ ആവശ്യമുണ്ട്. There is a necessity for proper leadership. നേതാക്കന്മാരുണ്ടോ? നേതാക്കന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ആ നേതാക്കന്മാർ എന്താ ചെയ്യുന്നത്? സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന നേതാക്കന്മാരാണ്. അല്ലെങ്കിൽ ആടുകളുടെ ചോര കുടിക്കുന്ന അവരിടയന്മാരാണ്. ആടുകളെ അവരുടെ വിശപ്പടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇടയന്മാരാണ്. അങ്ങനെയാണ് ഈ ആടുകൾ കുഴഞ്ഞവരും ചിന്നിയവരുമായി തീർന്നത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ പുരുഷാരം ആരാണ്? ഇടയനില്ലാത്ത ആടുകളാണ്. അല്ലെങ്കിൽ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു ശരിയായ ഇടയനില്ല എന്നുള്ളത് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേക മതങ്ങളിൽ
അല്ലെങ്കിൽ മനുഷ്യന് നേർവഴി കാണിച്ചു കൊടുക്കുമെന്ന് മനുഷ്യർ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന ഇതല്ലേ? മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി എന്ന് നമ്മൾ വിചാരിക്കുന്ന അനേക സ്ഥലങ്ങളിൽ മനുഷ്യരെ സഹായിക്കുകയല്ല, മനുഷ്യരെ ഉപയോഗിക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ്. എന്നാൽ രണ്ടാമത് കർത്താവ് പറയുന്നത് എന്നാണെന്നറിയാമോ? അവിടേക്ക് നേതൃത്വം ഉണ്ടാകണമെങ്കിൽ, ഇടയന്മാരുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, 37-38 വാക്യങ്ങൾ. കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ. ശിഷ്യന്മാരോട് പറയുകയാണ്. എവിടെ നിന്നാ ലീഡേഴ്സിനെ കിട്ടുന്നത്? സെമിനാരികളിൽ നിന്നോ, ബൈബിൾ കോളേജുകളിൽ നിന്നോ, അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്നോ, കോളേജുകളിൽ നിന്നോ അല്ല, ഉയരത്തിൽ നിന്നാണ് ദൈവം നേതൃത്വത്തെ തെരഞ്ഞെടുത്ത് അയക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ലീഡേഴ്സിനെ ആവശ്യമുണ്ട്. എന്താ വേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി യാചിപ്പീൻ. കണ്ടോ? അപ്പോ സെമിനാരികൾ വേണ്ടെന്നല്ല, ബൈബിൾ കോളേജുകൾ വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ബൈബിൾ കോളേജിൽ പഠിച്ചാൽ ശരിയാവില്ല എന്നല്ല വിധി എഴുതേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു നല്ല നേതൃത്വത്തെ സഭകൾക്കകത്ത് എഴുന്നേൽപ്പിക്കണമേ. ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ നല്ല വേലക്കാരെ, നല്ല ഇടയന്മാരെ എഴുന്നേൽപ്പിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും? കുറ്റം പറയും. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങൾ കുറ്റം പറയല്ല വേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കണം. നല്ല വേലക്കാരെഴുന്നേൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ദൈവമാണ് നല്ല ഇടയന്മാരെ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്. എന്താ കണ്ടതെന്ന് അറിയാമോ? യേശു ഈ പുരുഷാരത്തെ ചിന്നിയവരും കുഴഞ്ഞവരുമായി കണ്ടു കഴിഞ്ഞപ്പോ യേശുവിന്റെ പ്രതികരണം എന്നാ? മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട്. ഈ ജനത്തിന്റെ അവസ്ഥ കണ്ടപ്പോ അവരോട് മനസ്സലിവുണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നല്ലൊരു നേതൃത്വത്തിന്റെ ആവശ്യകതയും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ കർത്താവ് പറയാനുള്ള കാരണം. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയാമോ? അല്ലെങ്കിൽ ശരിയായ ലീഡർഷിപ്പ് ഇല്ലാതെ പോകുന്നതിന്റെ കാരണം ഈ ജനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സലിവില്ല. മനസ്സിലാവുന്നുണ്ടോ? ജനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സലിവില്ല. ജനങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. അത് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല, അത് അവരുടെ ഹൃദയം കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവരുടെ കരച്ചില് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. നല്ല നേതൃത്വത്തിന് ആവശ്യം ഉണ്ടാവേണ്ടത് എന്നാണെന്നറിയാമോ? ജനത്തിന്റെ അവസ്ഥ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ഹൃദയമാണ്. അതാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഒരു നല്ല ലീഡർഷിപ്പിന് ആവശ്യമായിട്ടുള്ളത് എന്താണ്? ഒരു മനസ്സലിവാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ വിചാരിക്കും, ഇത്രയും മോശം ഭരണം കാരണം അടുത്ത തെരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കും? കേന്ദ്രത്തെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ ഇതെന്താ? ഈ ജനത്തിന്റെ അവസ്ഥ എന്താ ഇവര് കാണാത്ത? ഞാൻ ആത്മീയ മേഖലയിലെ കാര്യം മാത്രമല്ല, രാഷ്ട്രീയ മേഖലയിലൊക്കെയുള്ള കാര്യമാണ് പറയുന്നത്. എല്ലായിടത്തെയും പ്രശ്നം എന്നാണെന്നറിയാമോ? ഈ മനസ്സലിവില്ലാത്തവരായി നേതൃത്വങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു ഒന്നാമത് അറിഞ്ഞത് നേതൃത്വത്തിന്റെ അനിവാര്യതയാണ്. ജനത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ കർത്താവ് പറയുകയാണ്, ഒരു നല്ല നേതൃത്വം അനിവാര്യമാണ്. അത് ആ മനസ്സലിവിൽ നിന്നാണ് ഉണ്ടായത്. 2, നല്ല നേതൃത്വം ഉണ്ടാകാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കണം. 3, അവിടെ നമ്മൾ കാണുന്നത് എന്നറിയാമോ? ജീസസ് ന്യൂ ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്രോപ്പർ ലീഡർഷിപ്പ്. ശരിയായ നേതൃത്വം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? കൊയ്ത്ത് വളരെ ഉണ്ട്. നല്ലൊരു നേതൃത്വം ഉണ്ടെങ്കിൽ എന്ത് സാധിക്കും? നല്ലൊരു കൊയ്ത്ത് ദൈവരാജ്യത്തിന് വേണ്ടി സാധിക്കും.
എന്താണ് ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് തടസ്സം? നല്ല നേതൃത്വമില്ലാത്തതാണ്. കർത്താവ് അതാ പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട്, പക്ഷെ കൊയ്യാൻ ആളില്ല. കൊയ്ത്ത് ഇഷ്ടം പോലുണ്ട്, കൊയ്യാൻ ആളില്ല. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞതിന്റെ കാരണം, കർത്താവിനറിയാം നല്ലൊരു നേതൃത്വം ഉണ്ടായാൽ, ഇടയന്മാരെഴുന്നേറ്റാൽ, വേലക്കാരെഴുന്നേറ്റാൽ നിശ്ചയമായും ഒരു വലിയ കൊയ്ത്ത് ദൈവരാജ്യത്തിന് സാധ്യമായി തീരും. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ എത്ര പേര് ആ രീതിയിൽ ചിന്തിക്കാറുണ്ട്? എത്ര പേര് അങ്ങനെ ചിന്തിക്കാറുണ്ട്? കർത്താവിന്റെ വേലക്കാർ കൂടുതൽ എഴുന്നേൽക്കണമെന്ന് എത്ര പേര് ചിന്തിക്കാറുണ്ട്? എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എൻ്റെ മക്കൾ ഇന്ന് മൂത്തവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, അവർ തിരുവല്ലായിലൊരു ക്യാമ്പിൽ പോയിട്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു, ക്യാമ്പ് കഴിഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മുഴുവൻ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, വലിയൊരു ഭാഗ്യം. അവരാ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് ആവശ്യം വേലക്കാരാണ്. ദൈവം നമുക്ക് തന്ന തലമുറയെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ, അതിനു വേണ്ടി ഒരുക്കാൻ, അതിനുവേണ്ടി വീട്ടിൽ ഞങ്ങളെപ്പോഴും പറയും, ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, വായിക്കാൻ മിഷണറിമാരുടെ ജീവചരിത്രങ്ങളാണ് വാങ്ങിക്കൊടുത്തത്. കാരണം അത് വായിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വേലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, വേലയുടെ അനിവാര്യത ഉണ്ടാകും, വേലയിലേക്ക് അവർ ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ഒന്നാമത് കർത്താവ് വേലയുടെ അനിവാര്യത തിരിച്ചറിഞ്ഞു. 2, വേലക്കാരെ എവിടെ നിന്ന് കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞു. 3, വേലക്കാരുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളതും കർത്താവ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, വേലക്കാരെ അയക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ നമ്മളും അത് പ്രാർത്ഥിക്കണം. നമ്മളിത് തിരിച്ചറിയണം. നമ്മുടെ ഹൃദയത്തിൽ ഈ ഭാരം വരണമെങ്കിൽ നമ്മൾ ഈ ആവശ്യകത തിരിച്ചറിയണം, ഇല്ലേ? ദിനവും നിത്യ നരകത്തിലേക്ക് ഒഴുകുന്ന ആയിരങ്ങൾ, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ആൾ എത്തിയിരുന്നെങ്കിൽ, സുവിശേഷം പറയാൻ ഒരാൾ ചെന്നിരുന്നെങ്കിൽ അനിവാര്യതയാണ്. അതിന് എന്തോ ചെയ്യണം? 1, പ്രാർത്ഥിക്കണം. ഭാരത്തോടെ പ്രാർത്ഥിക്കണം. 3, അങ്ങനെ വന്നാൽ അതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് തിരിച്ചറിയണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടാകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദ കോൾ ഫോർ വർക്കേഴ്സ്, വേലക്കാരെ വിളിക്കുന്ന കർത്താവ്. ഇനി അടുത്ത ഭാഗത്ത് 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 10-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാട്ടെ. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കെ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിക്കാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തോലന്മാരുടെ പേരാവിത്: ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ശിമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദായി, ശിമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത യൂദ. നമ്മളിതൊക്കെ അങ്ങ് വായിച്ചു വിടാറേ ഉള്ളല്ലേ. 2 കാര്യങ്ങളാണ് ആ വേദഭാഗത്തുള്ളത്. 1, ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കർത്താവിന് എല്ലാ അധികാരവും ഉള്ളവനാ അല്ലേ? പക്ഷെ എല്ലാം അധികാരവും ഉള്ള കർത്താവ് ചില അധികാരങ്ങൾ ആരെ ഏൽപ്പിക്കുകയാണെന്ന് അറിയാമോ? ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്. അതാണ് ആദ്യം നമ്മൾ കാണുന്നത്. എന്തൊക്കെ അധികാരങ്ങളെ ഏൽപ്പിച്ചത്? അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ, സകലവിധ ദീനവും വ്യാധിയും
പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം. 2 അധികാരങ്ങളാണ്. ഒന്ന്, അശുദ്ധാത്മാക്കളെ പുറത്താക്കുക. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കൃപാവരമാണ്. കാരണം പഴയ നിയമത്തിൽ ഒരിടത്തു പോലും അശുദ്ധാത്മാവിനെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷയില്ല. അശുദ്ധാത്മാവിനെ പുറത്താക്കുക എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ മാത്രമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. മനസ്സിലാകുന്നുണ്ടോ? എലീശ ഒത്തിരി അത്ഭുതം ചെയ്തയാളാണ്, 14 അത്ഭുതം ചെയ്തയാളാണ്, പക്ഷെ ദുരാത്മാവിനെ പുറത്താക്കിയിട്ടില്ല. അത് പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അവിടെ പറയുന്നുണ്ട്, സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ ഒന്ന്, ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. 2, ദ ഡെസിഗ്നേഷൻ ഓഫ് ദ 12. 12 പേരെ എങ്ങനെ വിളിച്ചത് നോക്കി. 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെ, അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കെ വിളിച്ചു. പക്ഷേ 2-ാമത്തെ വാക്യത്തിൽ എന്നെ വിളിച്ചതെന്ന് അറിയാമോ? 12 അപ്പോസ്തോലന്മാർ. ആദ്യം അവരാരായിരുന്നു? ശിഷ്യന്മാരായിരുന്നു. ശിഷ്യൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നാ? ഇംഗ്ലീഷില് അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചത് വിദ്യാർത്ഥി എന്നാണ്, അല്ലെങ്കിൽ ഗുരുവിനെ പോലെ ആകാൻ ശ്രമിക്കുന്നവരെന്നാണ് ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം. ഗുരുവിനെ പോലെ ആകാൻ അവനെ അനുഗമിക്കുന്നവർ, അവനിൽ നിന്ന് കേൾക്കുന്നവർ, അവനിൽ നിന്ന് പഠിക്കുന്നവർ, ഇതാണ് ശിഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം. ഈ ഗുരുവിൽ നിന്ന് പഠിക്കുന്ന ഇവരെ കർത്താവ് ആരായിട്ടാ തെരഞ്ഞെടുത്തത്? അപ്പോസ്റ്റൽസ്, അപ്പോസ്തോലന്മാർ എന്ന പദവിയിലേക്കാണ് കർത്താവ് അവരെ വിളിച്ചത്. ആ 12 പേരുടെ പേര് അവിടെ ഉണ്ട്. ഈ പേരുകളെ കുറിച്ചുള്ള ഒരു പഠനം വേണമെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ പഠനമായി പോകും. ഞാൻ അതുകൊണ്ട് ആ പേരുകളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഈ അപ്പോസ്തോലത്വം എന്ന ഭാഗത്ത് ഒരല്പസമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് 2024 ജീവിക്കുന്ന നമ്മുടെ ചുറ്റും ചില ആൾക്കാരൊക്കെ അവരെ തന്നെ വിളിക്കുന്ന അപ്പോസ്തോലൻ എന്നാണ്. ഓക്കെ, അത് എന്തുമാത്രം ബിബ്ലിക്കലാണ് എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തോലൻ എന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിൽ അപ്പോസ്റ്റലോ എന്നാണ് അതിൻ്റെ യഥാർത്ഥ വാക്ക്. അപ്പോസ്റ്റലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ദൗത്യവുമായി അയക്കപ്പെട്ടവൻ എന്നാണ്. ഒരു പ്രത്യേക ദൗത്യവുമായി അയക്കപ്പെട്ടവൻ. അപ്പൊ അതൊരു ഏത് ദൗത്യത്തിനും എന്ത് ചെയ്യാം? അപ്പോസ്തലൻ എന്ന് വിളിക്കുക അല്ലേ? ഒരാള് പറഞ്ഞേൽപ്പിക്കുകയാണ്, തിരുവല്ലായി പോയി അവിടെ ഓഫീസിൽ ചെന്ന് എന്ത് ചെയ്യുക, ഒരു പേപ്പർ അവിടെ കൊടുക്കണം. ഓക്കെ, അതൊരു ദൗത്യമാണ് അല്ലേ? ഒരു പേപ്പർ അവിടെ കൊണ്ടുപോയി കൊടുക്കുക, അത് ദൗത്യം. അങ്ങനെ അയച്ചാൽ പോലും ഒരാളെ എന്തെന്ന് വിളിക്കാം? ഇത് എഴുതപ്പെട്ട കാലഘട്ടത്തിൽ അപ്പോസ്തോലൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകാൻ വേണ്ടി ആ ഉദാഹരണം പറഞ്ഞു. പക്ഷേ യേശു കർത്താവ് ഒരു വ്യക്തിയെ, അന്നത്തെ നാട്ടിലുള്ള വാക്കാണ് അപ്പോസ്തോലൻ, ആ വാക്ക് ഒരു ഡെസിഗ്നേഷൻ ആയിട്ട് കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. മനസ്സിലായോ? ഒരു പ്രത്യേക പദവിയായിട്ട് അതുവരെ അത് സാധാരണ പ്രയോഗമാണ്. പക്ഷെ യേശു ചില ആളുകളെ അപ്പോസ്തോലന്മാരായി പ്രത്യേകം വേർതിരിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അത് വെറുമൊരു വാക്കല്ല, പിന്നെ എന്താണ്? അതൊരു പദവിയായിട്ട് കർത്താവ്, കാരണം അവര് ശിഷ്യന്മാരായിരുന്നു, ഇപ്പൊ അവരെ ആരായിട്ട് അയച്ചു? അപ്പോസ്തോലന്മാർ. അതുകൊണ്ടാണ് നമ്മുടെ മലയാള ഭാഷയിലേക്ക് അത് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ ഏത് വാക്ക ഉപയോഗിച്ചേ? അപ്പോസ്തോലന്മാരുടെ പേരുകളാവിത്, അയക്കപ്പെട്ടവരുടെ പേരുകളാവിത് എന്നങ്ങ് എഴുതിയാൽ പോരായിരുന്നു. അത് ഒരു പദവിയെ സൂചിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോ അപ്പോസ്തോലന്മാർ എന്ന വാക്ക് അതിന് ഒരർത്ഥമുണ്ട്, അയക്കപ്പെട്ടവൻ, ദൗത്യത്തിന് വേണ്ടി അയക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തോലനാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോസ്തോലനാകാനുള്ള യോഗ്യത 1, പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു യോഗ്യതയുണ്ട്. ഒന്നാമത് 1 കൊരിന്ത്യർ 9:1, ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തോലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ. അപ്പോസ്തോലനാകാനുള്ള യോഗ്യത എന്നാണെന്നറിയാമോ?
യേശു ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട വ്യക്തിയായിരിക്കണം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ട വ്യക്തിയായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ അപ്പോസ്തലനല്ലയോ, ഞാൻ കർത്താവായ യേശുവിനെ കണ്ടിട്ടില്ലയോ. അപ്പൊ അപ്പോസ്തലനാകണേ എന്ത് ചെയ്യണം? യേശുവിനെ കണ്ട വ്യക്തിയായിരിക്കണം. 2, യേശുവിനോട് കൂട്ടായ്മ ആചരിച്ച വ്യക്തിയായിരിക്കണം. ഈ യൂദ മരിച്ചു, കെട്ടി ഞാന്ന് ചത്തു. യൂദായ്ക്ക് പകരം മറ്റൊരാളെ തെരഞ്ഞെടുക്കണം. 12 പേരിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു. അയാളുടെ സ്ഥാനത്തേക്ക്, കണ്ടോ, ആ സ്ഥാനത്തേക്ക്, അതൊരു സ്ഥാനമല്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വന്നു. അതാണ് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായത്തിന്റെ 21, 22 വാക്യങ്ങളിൽ വായിക്കുന്നത്. എന്താണ്? ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്ന കാലത്തെല്ലാം ഞങ്ങളോട് കൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ. ആരെയാ തെരഞ്ഞെടുക്കണ്ടേ? ആരെങ്കിലും ഒരാളെ തെരഞ്ഞെടുക്കുകയല്ല. അതായത് യേശുവിന്റെ സന്തത സഹചാരിയായി 12 പേര് മാത്രമല്ല ഉള്ളൂ. യേശു ഒരു 70 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. യേശുവിനെ എപ്പോഴും അനുഗമിച്ചുകൊണ്ടിരുന്ന കുറെ സ്ത്രീകളുണ്ട്. അപ്പൊ 12 പേര് മാത്രമല്ല യേശുവിന്റെ കൂടെയുള്ളത്. അപ്പൊ അപ്പോസ്തലനായിട്ട് യൂദായുടെ സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. ആരായിരിക്കണം? യോഹന്നാന്റെ സ്നാനം മുതൽ, അഥവാ യോഹന്നാൻ യേശുവിനെ സ്നാനം കഴിപ്പിച്ചപ്പോൾ മുതൽ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ. അങ്ങനെ 2 പേരെ തെരഞ്ഞെടുത്തു അവര്. ആരൊക്കെയാ? മത്തിയാസും ബർണബാസും അല്ലേ? ഈ 2 പേരെ തെരഞ്ഞെടുത്തു. അവരിൽ ഒരാളെ അവർ ചീട്ടിട്ടെടുക്കുക ചെയ്തു. അപ്പൊ അവിടെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? യേശുവിനോട് കൂടെ നടന്നിട്ടുള്ള, യേശുവിനോട് കൂട്ടായ്മ ആചരിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ളതാണ് 2ാമത്തെ ആശയം. 3, ടു ബി ചോസൺ ബൈ ദ ലോർഡ്. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. അതാണ് എഫേസ്യർ 4:11 അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ ഈ 12 പേരുടെ കൂട്ടത്തിൽ പൗലോസ് ഉണ്ടോ? ഇല്ല. അപ്പൊ അതെങ്ങനെ ശരിയാവും? പൗലോസ് തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ അപ്പോസ്തലനല്ലയോ? ഇവിടെയാണ് കണ്ടീഷൻ അനുസരിച്ച് ഉണ്ടോ? കൂടെ നടന്നിട്ടില്ല. ഇവിടെയാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ വലിയ തർക്കമുണ്ട്. അതായത് ഈ പൗലോസ് അപ്പോസ്തലനല്ല എന്ന് ആരും വാദിക്കുന്നില്ല. കാരണം ബൈബിള് പൗലോസിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അതെന്താണ്? 12+ അപ്പോസ്റ്റൽസ് എന്നാണ് പറയുന്നത്. 12 കഴിഞ്ഞുള്ള അപ്പോസ്തലന്മാർ എന്നാണ് അവരെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബർണബാസിനെ തെരഞ്ഞെടുത്തു. ഇനി ഞാൻ 1-2 വാക്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഈ അപ്പോസ്തലന്മാർ എഫേസ്യർ 2:20 ഈ അപ്പോസ്തലത്വത്തിന്റെ ഒരു പ്രത്യേകത അവിടെ പറയുന്നു. സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, എഫേസ്യർ 2:20 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പൊ സഭയുടെ അടിസ്ഥാനമായിട്ടിട്ടപ്പോ യേശു എന്ന യേശുവാണ് മൂലക്കല്ല് അല്ലേ? അതിനോട് ചേർത്ത് അടിസ്ഥാനം ഇട്ടപ്പോ ആ അടിസ്ഥാനം ഏതാ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അപ്പൊ അത് ഇന്ന് ഈ അടിസ്ഥാനം ഇടാൻ പറ്റുമോ? ഇല്ല. ഈ അടിസ്ഥാനം എന്നേ ഇട്ട് കഴിഞ്ഞു. 2000 വർഷം 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ സഭയുടെ അടിസ്ഥാനമാണ് എന്നുള്ളത് നമുക്കിവിടെ ചിന്തിക്കാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ വാക്കായിരുന്നു. അതൊരു പദവിയായിട്ട് പിന്നീടാണ് മാറിയത്. പക്ഷേ അപ്പോസ്തലൻ എന്നാൽ
ഈ 12 കൂടാതെയും ചിലർ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോസ്തോലന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തി 14:4, 14:14. ഈ 2 വാക്യങ്ങളിലും നമ്മൾ എന്താ വായിക്കുന്നത്? ഒന്ന് നോക്കിയേ. ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തോലന്മാരുടെ പക്ഷത്തിലുമായി. ഇതാരാ ഈ അപ്പോസ്തോലന്മാർ അവിടെ പറയുന്നത്? അവിടെ പൗലോസും ബർണബാസുമാണ്. അവരിങ്ങനെ മിഷണറി യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കലഹം ഉണ്ടായി. അപ്പൊ അവിടെ 2 പക്ഷമാണ് പറഞ്ഞു. ഒന്ന് യഹൂദന്മാരുടെ പക്ഷവും 2 അപ്പോസ്തോലന്മാരുടെ പക്ഷവും. ഈ അപ്പോസ്തോലന്മാരെന്ന് അവിടെ ഉദ്ദേശിച്ചത് ആരാണ്? പൗലോസും ബർണബാസുമാണ്. ഇനി 14-ാം വാക്യം. അതെ, ലൂക്കോസാണ്. 14-ാം വാക്യം. ഇത് അപ്പോസ്തോലന്മാരായ ബർണബാസും പൗലോസും കേട്ടു. അപ്പൊ ഈ പൗലോസിനെ ബർണബാസിനെ എന്നു വിളിച്ചു? അപ്പോസ്തോലന്മാരെന്ന് വിളിച്ചു. പക്ഷെ ഇതേ ബർണബാസിനെ ആ 12-1 വന്നോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? 12-1 ഇവരില്ല. പക്ഷേ ആ നാളുകളിൽ ഇവർ ഈ ക്രൈറ്റീരിയയിൽ പൗലോസ് പറയുന്ന ഇത് ഇച്ചിരി അർത്ഥവ്യത്യാസമുണ്ട്. കാരണം പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ അപ്പോസ്തോലനല്ലയോ, എൻ്റെ അപ്പോസ്തോലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലയോ എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് 2 കൊരിന്ത്യർ 9:1 വാക്യം ഒന്ന് വായിച്ച്. സോറി, 1 കൊരിന്ത്യർ. ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ. എന്താണ് അപ്പൊ അവിടെ പൗലോസ് ഉദ്ദേശിക്കുന്ന അപ്പോസ്തലത്വം? പൗലോസിനെ കർത്താവ് ഒരു ദൗത്യവുമായി അയച്ചു. ആ ദൗത്യത്തിന്റെ ഫലമായി ആര് വിശ്വസിച്ചു? ആരാ വിശ്വസിച്ചേ? കൊരിന്തിലെ വിശ്വാസികൾ. അതുകൊണ്ട് പറയാണ്, ഞാൻ അപ്പോസ്തലൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടവനാന്നുള്ളതിന്റെ തെളിവെന്നാ? നിങ്ങളിൽ ദൈവം പ്രവർത്തിച്ചു, നിങ്ങളിൽ ഫലം കണ്ടു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ അപ്പോസ്തോലനല്ലയോ. അപ്പോൾ പൗലോസ് ഉപയോഗിച്ച അപ്പോസ്തോലത്വം എന്ന പദത്തിന്റെ അർത്ഥം കുറച്ചുകൂടെ ജനറലാണ്, പൊതുവായ അർത്ഥത്തിലാണ്. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് പൗലോസ് ഉപയോഗിച്ചത്. എന്നാൽ പൗലോസ് പറഞ്ഞു ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ലയോ. അതുകൊണ്ടാണ് ഈ കൊരിന്തിലെ സഭയ്ക്ക് ഇത് എഴുതാനൊരു കാരണമുണ്ട്. പൗലോസ് 3 ലേഖനം കൊരിന്ത്യർക്ക് എഴുതി. 1-ാമത്തെ ലേഖനം നമ്മൾക്ക് കിട്ടിയില്ല, കൊരിന്ത്യർക്ക് കിട്ടിയായിരിക്കും, കൊരിന്തുകാർക്ക് കിട്ടിയായിരിക്കും, നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട് ഞാനിത് എഴുതുന്ന 2-ാം ലേഖനമല്ലോ എന്ന് 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എഴുതിയ ലേഖനം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഈ ലേഖനമൊക്കെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ കൊരിന്തിൽ ഭയങ്കര വിഭാഗീയതയാണല്ലോ. കുറെ പേര് പറഞ്ഞു ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, വേറെ പേര് പറഞ്ഞു ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരല്ല, ഞങ്ങൾ കേഫാവിന്റെ പക്ഷക്കാരാണ്, വേറെ ചിലർ പറഞ്ഞു ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാരാണ്. അപ്പൊ ഈ അപ്പല്ലോസിന്റെ പക്ഷക്കാരും കേഫാവിന്റെ പക്ഷക്കാരും ഒക്കെ പറഞ്ഞു ഇതൊക്കെ പറയാം പൗലോസ് ആരാ? അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത് ഞാൻ അപ്പോസ്തലനല്ലയോ എന്ന് ചോദിച്ചത്. പൗലോസ് തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, നേരെ മറിച്ച് താൻ അധികാരമുള്ളവനാണ്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് സ്ഥാപിക്കാനാണ് പൗലോസ് ആ പദപ്രയോഗം നടത്തിയത്. നമ്മുടെ യേശുവിനെ പോലും അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ട് ബൈബിളിൽ. എവിടാന്നറിയാവോ? യേശു അപ്പോസ്തലനാണോ? അയക്കപ്പെടും ആ അർത്ഥത്തിൽ അല്ലേ? കണ്ടോ, അതാണ് എബ്രായ ലേഖനം 3:1. എബ്രായർ 3:1. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ യേശു ആരാണ്? 12-1 അല്ല, പിന്നെ ഏതർത്ഥത്തിലാണ്? അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ യേശുവിനെയും എന്നാന്ന് വിളിച്ചിട്ടുണ്ട്? അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഇന്നൊരാൾ ഞാൻ അപ്പോസ്തലനാന്ന് പറഞ്ഞാൽ നമുക്ക് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷെ 12 അപ്പോസ്തലന്മാർക്ക് തുല്യരായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട
കാര്യമില്ല. അത് ശരിയായ ഒരു അർത്ഥവുമല്ല. ഇന്ന് നമ്മൾ അയക്കപ്പെട്ടവരാണോ? ഇനി ഈ അയക്കപ്പെട്ടവരെന്ന അർത്ഥത്തിൽ നമ്മൾ അയക്കപ്പെട്ടവരാണോ? നമ്മളും അങ്ങനെയാണെങ്കിൽ അയക്കപ്പെട്ടവരല്ലേ? യോഹന്നാന്റെ സുവിശേഷം 17:18 വാക്യം, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. പിതാവ് പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് ഒരു ദൗത്യവുമായി അയച്ചു. കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഒരു ദൗത്യവുമായി അയച്ചു. ഇനി 17:21 പറയുന്നതിനാ, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. 17:21 അല്ല, 20:21 കേട്ടോ. യോഹന്നാൻ 20:21. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. യേശു പറഞ്ഞത് നേരിട്ട് 12 ശിഷ്യന്മാരോടാണ്. എന്നാൽ നമ്മളോട് എന്താ പറഞ്ഞേ? ഞാനും നിങ്ങളെ അയക്കുന്നു, ലോകത്തിന്റെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാവുക. അപ്പോൾ ഈ യോഹന്നാന്റെ സുവിശേഷം 17:20 വാക്യം ഒന്ന് വായിക്കാവോ? യോഹന്നാൻ 17:20. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ആകുന്നു. അല്ലേ? അപ്പൊ ഈ 12 പേരോട് വേണ്ടി മാത്രമുള്ളതാണോ? 17:18 നമ്മൾ പറഞ്ഞത് ഇവരെ അയക്കും. ഇവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെ ആർക്ക് വേണ്ടിയും കൂടെയാണ്? ഇവര് പ്രസംഗിച്ചിട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയും കൂടെയാണ്. അപ്പൊ അതിന്റെ ആ ഒരു പ്രസക്തി കണ്ടോ? ആ അർത്ഥത്തിൽ നമ്മളും ആരാണ്? ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. കർത്താവിന്റെ സാക്ഷികളാകാൻ ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാനോ? ആ അർത്ഥത്തിൽ നമ്മൾ ആരും അപ്പോസ്തലന്മാർ അല്ല. ആ അർത്ഥവ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഇത് ചുമ്മാ ഏറി ശ്രദ്ധയോടെ വേണം ഈ വാക്കുകളൊക്കെ. കാരണം അത് ഈ പുതിയ നിയമത്തിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് യൂദായുടെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ശിഷ്യന്മാര് തെരഞ്ഞെടുത്തത്. ഓക്കെ, ഇനി അവരോട് കർത്താവ് പ്രസംഗിക്കുന്ന കാര്യമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. 10-ാം അധ്യായത്തിന്റെ 5 മുതൽ 42 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ. നമ്മുടെ സമയം 40 മിനിറ്റായി. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടരാം അല്ലേ? നിങ്ങളുടെയൊക്കെ മുഖം കാണുമ്പോൾ എനിക്കറിയാം പലരും അപ്പോസ്തലന്മാരായി കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അയക്കപ്പെടും. ഇനി അങ്ങ് അയച്ചാൽ മതി അല്ലേ? ഓക്കെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൗത്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ദൗത്യം നമ്മൾ മറന്നു പോകരുത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളെ ഞാൻ വേലക്കാരായി അയക്കുകയാണ്. നമ്മൾ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ഭാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളും വേല ചെയ്യും. പലരും വിചാരിക്കുന്ന തന്നെ, ദൈവം എന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നോ, പ്രാർത്ഥിക്കണ്ടെന്നല്ല, പ്രാർത്ഥനയിൽ നിൽക്കില്ല. വേലയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ വേല ചെയ്യും. ജോലി രാജിവെക്കൂന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ജോലി ചെയ്താലും എന്തായാലും നമ്മൾ എന്ത് ചെയ്യും? വേല ചെയ്യുന്നവരാകും. കർത്താവ് ആരെയും വേല ചെയ്യണ്ടെന്നും പറഞ്ഞ് ആരെയും വിളിച്ചില്ല. മനസ്സിലായോ? 3 ദാസന്മാരെ വിളിച്ചപ്പോ 2 പേർക്ക് ഞാൻ ആവശ്യത്തിന് താലന്ത് കൊടുത്തിട്ടുണ്ട്, നീ റെസ്റ്റ് എടുത്തോന്നും പറഞ്ഞ് ആരെയും വിളിച്ചില്ല. കർത്താവ് വിളിച്ചവരെ എല്ലാം എന്ത് ചെയ്തു? താലന്ത് ഏൽപ്പിച്ചു, ശുശ്രൂഷ ഏൽപ്പിച്ചു, അയച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, വേലക്കാരെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പക്ഷെ നിങ്ങളും വേല ചെയ്യണം. നമ്മുടെ മേലൊരു വലിയ ദൗത്യമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ, ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് ആഗ്രഹമാക്കി, കർത്താവെ എന്നെയും അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മേലുള്ള നിയോഗത്തിനായി സ്തോത്രമെന്ന് പറയാം. ആ നിയോഗം ഞാൻ പലപ്പോഴും അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട്. ചിന്യവരും
കുഴഞ്ഞവരുമായ ജനത്തെ കണ്ടിട്ട് ഭാരമില്ലാതെ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ പരാജയമാണ് കർത്താവേ എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ തന്നെ ശോധന ചെയ്യാം. അപ്പാ, അവിടുത്തെ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, അവിടുത്തെ ബലമെന്നിൽ പകരണമേ. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ച ഈ വേല ഭംഗിയായി ചെയ്തെടുക്കാൻ, പൂർത്തിയാക്കാൻ കൃപമേൽ കൃപ തന്ന് എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് തൃക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.